നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പുറത്തുവന്ന എല്ലാ എക്സിറ്റ് പോൾ സർവേകളും തമിഴ്നാട്ടിൽ പ്രവചിച്ചിരിക്കുന്നത് DMK-യുടെ ഒരു തുടർ ഭരണമാണ്. ഒട്ടുമിക്ക എക്സിറ്റ് പോൾ സർവേകളും അങ്ങനെയാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. അതായത് DMK സർക്കാരിന് ശക്തമായ ഭരണവിരുദ്ധ വികാരം ആ സർക്കാരിനെതിരെ ഇല്ല എന്നും AIADMK BJP സഖ്യത്തിന് ഭരണം പിടിച്ചെടുക്കാൻ കഴിയില്ലെന്നും TVK നിർണായകമായി ശക്തിയായി മാറുമ്പോൾ അവിടെ നഷ്ടം സംഭവിക്കുക AIADMK-ക്കാണ് എന്നുമൊക്കെയുള്ള ചില രാഷ്ട്രീയ സമവാക്യങ്ങളാണ് എക്സിറ്റ് പോളിലൂടെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള അതായത് 5 വർഷം നീണ്ടുനിന്ന ഒരു ഭരണം, ആ ഭരണത്തിനെതിരെ ഭരണവിരുദ്ധ വികാരം ചെറുതായിട്ടെങ്കിലും ഉണ്ടായിരുന്നു. അതുമാത്രമല്ല വലിയ വെല്ലുവിളികൾ ഈ ഭരണത്തിനിടയിൽ DMK നേരിട്ടിരുന്നു. ശക്തമായ അല്ലെങ്കിൽ സംഭവ ബഹുലമായ ഒരു 5 വർഷമാണ് കടന്നുപോയത്. DMK-യുടെ ഭരണകാലത്താണ് തമിഴ്നാട്ടിൽ BJP ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ശക്തിയാർജിക്കുന്ന ഒരു സാഹചര്യമായി ഉണ്ടായത്. BJP-യും DMK-യും തമ്മിൽ പലതവണ കൊമ്പ് കോർക്കുന്ന സാഹചര്യമുണ്ട്. സനാതന ധർമ്മത്തെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള DMK ഉപമുഖ്യമന്ത്രിയുടെ പ്രസ്താവന അടക്കം BJP വലിയ രീതിയിൽ ദേശീയ തലത്തിൽ പോലും ചർച്ചയാക്കിയിരുന്നു. അങ്ങനെ BJP-യുടെ ഒരു സ്വാധീനം വർദ്ധിക്കുക അല്ലെങ്കിൽ ദ്രാവിഡ പാർട്ടി അല്ലാത്ത ഒരു പാർട്ടി തമിഴ്നാട്ടിൽ സ്വാധീനം വർദ്ധിപ്പിച്ചു വരുന്നു. അതൊരു ഭീഷണിയായി DMK കണ്ടു. മാത്രമല്ല AIADMK-യുടെ ഒരു ഭരണം തിരിച്ചുപിടിക്കാനുള്ള ഒരു പ്രവർത്തനം, ഒപ്പം BJP-യും കൂടെ ചേരുമ്പോൾ DMK സർക്കാരിനുണ്ടായിരുന്ന ഭീഷണി, ഏറ്റവും അവസാന നാളുകളിൽ വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ TVK ഉയർത്തിയ വെല്ലുവിളികൾ, ഇതെല്ലാം എങ്ങനെ അതിജീവിക്കും? അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒട്ടനവധി പ്രതിസന്ധികളുടെ ഒരു സാഹചര്യത്തിലാണ് DMK സർക്കാർ തുടരും എന്ന് പറയുന്ന ഒരു എക്സിറ്റ് പോൾ ഫലം പുറത്തു വരുന്നത്. ഇന്നലെ തമിഴ്നാട്ടിൽ എക്സിറ്റ് പോൾ നടത്തിയ ഒട്ടുമിക്ക ഏജൻസികളും അങ്ങനെ ഒരു ഫലമാണ് പുറത്തുവിട്ടത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ DMK ഭരണം ഏതാണ്ട് തുടർ ഭരണം ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. AIADMK-ക്ക് ഭരണം തിരിച്ചു പിടിക്കാനുള്ള ഒരു കാലം അത് ഇതുവരെ ആയിട്ടില്ല. അങ്ങനെ ഒരു ശക്തി അല്ലെങ്കിൽ അത്തരമൊരു ജനപിന്തുണ AIADMK-യിലേക്ക് പോയിട്ടില്ല. നേരെ മറിച്ച് TVK ഉയർത്തിയ വെല്ലുവിളികൾ, ആരുടെ വോട്ടുകളാകും TVK ആർജിക്കുക എന്ന ചോദ്യമുണ്ടായിരുന്നു. അത് നിസ്സംശയം ഈ എക്സിറ്റ് പോളുകൾക്ക് പറയാം, അത് ബാധിക്കുന്നത് AIADMK വോട്ട് ബാങ്കുകളെയാണ്, അണ്ണാ DMK-യുടെ വോട്ട് ബാങ്കുകളെയാണ്. BJP ഇതിൽ എത്ര സീറ്റ്, അവർ മത്സരിച്ച സീറ്റുകളിൽ എത്ര എണ്ണം നിലനിർത്തും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇത് തീർച്ചയായും അണ്ണാമലയുടെ ഒരു വിലയിരുത്തൽ അത് ശരിയാണ് എന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. BJP-യും AIADMK-യും ചേർന്ന് DMK സഖ്യത്തെ താഴെയിടാം അല്ലെങ്കിൽ അധികാരത്തിൽ വരാം എന്നാണ് കേന്ദ്ര നേതൃത്വം കണക്ക് കൂട്ടിയിരുന്നത്. എന്നാൽ AIADMK-ക്ക് അതിനുള്ള ഒരു പ്രാപ്തി ഇല്ലെന്നും ഇപ്പോൾ ജയലളിതയുടെ വിടവാങ്ങലിന് ശേഷം അത്തരത്തിലൊരു ശക്തിയിലേക്ക് പാർട്ടി എത്തിയിട്ടില്ലെന്നും BJP തനിച്ച് നിന്നു കഴിഞ്ഞാൽ തീർച്ചയായും AIADMK-ക്ക് ഭീഷണിയായ ഒരു രാഷ്ട്രീയ ശക്തിയായി മാറാം എന്നുമൊക്കെയാണ് അണ്ണാമല കണക്ക് കൂട്ടിയത്. പക്ഷേ കേന്ദ്ര നേതൃത്വം സഖ്യത്തിന് പ്രാധാന്യം നൽകുകയായിരുന്നു. ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോഴും അല്ലെങ്കിൽ അന്തിമ ഫലം എക്സിറ്റ് പോൾ ഫലത്തോട് അടുത്ത് നിന്നാലും തീർച്ചയായും അണ്ണാമലയുടെ ആ രാഷ്ട്രീയ വിലയിരുത്തൽ വളരെ ശരിയായിരുന്നു എന്ന രീതിയിലേക്ക് പോകും. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, തമിഴ്നാട്ടിൽ തുടർ ഭരണമാണ് DMK-ക്ക്. ഈ തുടർ ഭരണം എങ്ങനെയാണ് DMK-ക്ക് നേടാൻ കഴിഞ്ഞത്? ഭരണവിരുദ്ധ വികാരം ഇല്ലായിരുന്നു എന്നൊരിക്കലും പറയാൻ കഴിയില്ല. ശക്തമായ ഭരണവിരുദ്ധ വികാരം ഈ DMK സർക്കാരിനെതിരെ ഉണ്ടായിരുന്നു. പക്ഷേ അത് കൃത്യമായി തന്നെ ചാനലൈസ് ചെയ്യപ്പെട്ടില്ല. അത് നാലിടത്തേക്ക് പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. TVK-യിലേക്കും അതുപോലെ തന്നെ AIADMK-യിലേക്കും BJP-യിലേക്കും ഒക്കെ പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് കൃത്യമായി മുതലെടുത്തുകൊണ്ടാണ് DMK ഇപ്പോൾ ഭരണത്തിലേക്ക് വരുന്നത്. ഈ സീറ്റുകളുടെ എണ്ണം കുറയുമെങ്കിലും അവിടെ തീർച്ചയായും അധികാരം നിലനിർത്താൻ DMK-ക്ക് സാധിക്കും എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ ഏജൻസികൾ നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു തന്ത്രം എങ്ങനെയാണ്? അവസാന നിമിഷം സ്റ്റാലിൻ പയറ്റിയ ഒരു രാഷ്ട്രീയ തന്ത്രം, അതാണ് ഇത്തരത്തിൽ DMK-യെ ഒരു വലിയ പരിക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെടുത്തിയതും തുടർഭരണത്തിലേക്ക് നയിച്ചതും എന്ന് വ്യക്തമായി പറയാം. അത് മറ്റൊന്നുമല്ല, പനീർസെൽവത്തിൻ്റെ നേതൃത്വത്തിലുള്ള DMK-യുടെ അണ്ണാ
DMKയുടെ ഒരു വിഭാഗത്തെ അടർത്തിയെടുത്ത് ഒപ്പം നിർത്താൻ സാധിച്ചു എന്നുള്ളതാണ് DMKയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു തന്ത്രമായി, വിജയിച്ച ഒരു തന്ത്രമായി ഇപ്പോൾ പറയപ്പെടുന്നത്. അതായത് വിജയ് എടുത്തു മാറ്റുന്ന വോട്ടുകൾ, രണ്ട് മുന്നണികളിൽ നിന്നും വിജയുടെ TVK വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. അതിനു പകരമായി എവിടെന്നെങ്കിലും പുതിയ രീതിയിൽ വോട്ട് സംഘടിപ്പിക്കാൻ കഴിയുമോ? ഇതാണ് സ്റ്റാലിൻ ഉറ്റുനോക്കിയത്. അങ്ങനെ രാഷ്ട്രീയമായി വളരെയധികം ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ കൂടിയാണ് ഒ പനീർസെൽവത്തിനെ എടപ്പാടി പളനിസ്വാമിയിൽ നിന്നും മാറ്റി, അല്ലെങ്കിൽ അവരെ തമ്മിൽ പിരിച്ച് നേരെ DMK പാളയത്തിലെത്തിക്കുക എന്നുള്ളത്. കാരണം നമുക്കറിയാം 2022 ആദ്യമായി ഈ ഒ പനീർസെൽവം പാർട്ടിക്ക് പുറത്താകുന്നത്. പാർട്ടിയുമായി ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിലൊക്കെയാണ് പനീർസെൽവം പുറത്താകുന്നത്. അതായത് അന്ന് ജയലളിതയ്ക്ക് പല ഘട്ടങ്ങളിൽ 1-2 തവണ അധികാരത്തിൽ തുടരാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായി. ഈ അഴിമതി കേസുകളുമായി ബന്ധപ്പെട്ട് ശിക്ഷ വിധിക്കുകയും ഒക്കെ ചെയ്തപ്പോഴാണ് ജയലളിതയ്ക്ക് രാജിവെക്കേണ്ടി വന്ന സാഹചര്യമുണ്ടായത്. അങ്ങനെ ജയലളിത രാജിവെച്ച് പുറത്തു പോകുമ്പോൾ താൽക്കാലികമായി മാറി നിൽക്കുമ്പോൾ ഭരണമേൽപ്പിക്കുന്നത് വിശ്വസ്തനായ ഒ പനീർസെൽവത്തിനെയായിരുന്നു. അങ്ങനെ ജയലളിതയുടെ കാലഘട്ടത്തിൽ തന്നെ ഒ പനീർസെൽവം തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവായി വളർന്നു. ഇങ്ങനെ ജയലളിതയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരു രാഷ്ട്രീയ നേതാവായി വളർന്നു. അങ്ങനെയുള്ള തമിഴ്നാട്ടിൻ്റെ മുൻ മുഖ്യമന്ത്രിയായ ഒ പനീർസെൽവം ഒരു ഭാഗത്ത്, പിൽക്കാലത്ത് വീണ്ടും മുഖ്യമന്ത്രിയായ എടപ്പാടി പളനിസ്വാമി ഒരു ഭാഗത്ത്, അങ്ങനെ 2 അധികാര കേന്ദ്രങ്ങളിലായിട്ടാണ് കഴിഞ്ഞ 5 വർഷമായി AIADMK, അണ്ണാ AIADMK തമിഴ്നാട്ടിൽ പ്രവർത്തിച്ചത്. 2022 പുറത്താക്കപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് ഒ പനീർസെൽവത്തിനെ പാർട്ടി തിരിച്ചെടുക്കുന്നു. പക്ഷേ തിരിച്ചെടുത്തതിന് ശേഷം അത്ര കണ്ട് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആത്മാർത്ഥതയോടുകൂടി ഒ പനീർസെൽവത്തിന് അണ്ണാ DMKയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവിടെ അധികാര കേന്ദ്രങ്ങളുടെ ഒരു മാറ്റം വന്നു കഴിഞ്ഞിരുന്നു. എടപ്പാടി പളനിസ്വാമി അവിടെ അധികാരിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സ്പേസ് അദ്ദേഹം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ 2 മുതിർന്ന നേതാക്കൾ, രണ്ടുപേരും മുഖ്യമന്ത്രി പദത്തിലിരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ 2 മുതിർന്ന നേതാക്കന്മാർ ഒരു പാർട്ടിയിലെത്തുന്നത് വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഐക്യം ഒരു 2 മേഖലകളിലേക്ക് പോയി, പാർട്ടിയുടെ ഐക്യം തകർന്നു. ഒ പനീർസെൽവം വേറിട്ട് നിൽക്കുകയായിരുന്നു. ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴും അതുപോലെ തന്നെ പാർട്ടിയിൽ മറ്റൊരു ഗ്രൂപ്പായി മാറി നിൽക്കുമ്പോഴും ഒന്നും കൃത്യമായ കരുത്തു തെളിയിക്കാൻ ഒ പനീർസെൽവത്തിന് സാധിച്ചിട്ടില്ല. അദ്ദേഹം ഒറ്റയ്ക്ക് മത്സരിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം ദയനീയമായ പരാജയം ഏറ്റുവാങ്ങുകയാണ് ചെയ്തത്. അതായത് AIADMKയോടൊപ്പം നിൽക്കുമ്പോൾ വളരെ ശക്തനായ നേതാവായിരിക്കുകയും ഒറ്റയ്ക്ക് മാറി നിൽക്കുമ്പോൾ പനീർസെൽവത്തിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യവും തമിഴ്നാട്ടിലുണ്ടായി. ഇത് മനസ്സിലാക്കിയാണ് ഒ പനീർസെൽവത്തിനെ എങ്ങനെയും DMK ക്യാമ്പിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ സ്റ്റാലിൻ നടത്തിയത്. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ MPമാർ BJPയിലേക്ക് പോയതാണ് വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. ഏതാണ്ട് അതേ രീതിയിലുള്ള ചർച്ചാ വിഷയമാകേണ്ട ഒരു വിഷയമാണ് തമിഴ്നാട്ടിൽ ഈ DMK മുന്നണിയിലേക്ക് ഒ പനീർസെൽവവും സംഘവും മാറിയത്. ഒറ്റയ്ക്ക് നിന്നാൽ വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സ്വാധീനമൊന്നും ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി ഘടകമാണ് ഈ ഒ പനീർസെൽവത്തിൻ്റേത്. അതുകൊണ്ട് തന്നെ DMKയോടൊപ്പം നിർത്തിയാൽ അതൊരു വലിയ മാറ്റം ഉണ്ടാക്കുമെന്ന് സ്റ്റാലിൻ കണക്കുകൂട്ടുന്നു. TVK പിടിക്കുന്ന വോട്ടുകളുടെ കുറവ് നികത്താൻ സ്റ്റാലിന് ഈ ഒ പനീർസെൽവത്തിനെ കൊണ്ട് സാധിക്കുമെന്നവർ കണക്കുകൾ മനസ്സിലാക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതീവ രഹസ്യമായി ഒ പനീർസെൽവത്തിനെ DMK ക്യാമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ഒ പനീർസെൽവം ഒരു പരമ്പരാഗതമായ DMK വിരുദ്ധനാണ്. അദ്ദേഹത്തിന് ഒരു കാരണവശാലും DMKയിലേക്ക് പോകാൻ സാധിക്കില്ല. അത്രമാത്രം രാഷ്ട്രീയ വിമർശനം DMKക്ക് എതിരെ നടത്തിയ ഒരു വ്യക്തിയാണ് ഒ പനീർസെൽവം. പക്ഷേ കഴിഞ്ഞ 1 വർഷം നീണ്ട വളരെ വിദഗ്ധമായ ശ്രമത്തിലൂടെയും ചർച്ചകളിലൂടെയും ഒക്കെയാണ് ഈ DMK, അണ്ണാ DMK നേതാവായിരുന്ന ഒ പനീർസെൽവത്തിനെ ഒപ്പം കൂട്ടുന്നത്. 2025 നേരത്തെയും വളരെ രഹസ്യമായി സ്റ്റാലിനെ ഒ പനീർസെൽവം കണ്ടിരുന്നു. അതിനുശേഷം നടത്തിയ മാരത്തൺ ചർച്ചകൾ ഇതൊക്കെയാണ് ഒ പനീർസെൽവത്തിനെയും സംഘത്തിനെയും DMKയിൽ എത്തിച്ചത്. അത് വലിയ രീതിയിലുള്ള മാറ്റമുണ്ടാക്കി. തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ അത് വലിയ രീതിയിൽ പ്രതിഫലിക്കുകയും ചെയ്തു എന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല ഭരണവിരുദ്ധ വികാരത്തെ ഇല്ലാതാക്കാനുള്ള ഒട്ടനവധി ശ്രമങ്ങൾ ഈ DMKയുടെ നേതൃത്വത്തിൽ നടന്നു. അതോടൊപ്പം തന്നെ ഈ BJP പിടിക്കുന്ന വോട്ടുകൾ, BJP എല്ലാ മണ്ഡലങ്ങളിലും വലിയ രീതിയിലുള്ള വോട്ട് പിടിക്കുന്നുണ്ട്. ഇതെല്ലാം വലിയ രീതിയിൽ DMKയ്ക്ക് ഗുണകരമായി മാറുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന സൂചന.
വിജയുടെ വോട്ടുകൾ അല്ലെങ്കിൽ വിജയ് അങ്ങോട്ട് വലിക്കുന്ന വോട്ടുകൾ നികത്താനായി പനീർസെൽവം ഇവിടെയുണ്ട്. പക്ഷേ അണ്ണാ DMKയുടെ വോട്ടുകൾ വിജയ് വളരെയധികം ചോർത്തുകയും അത് തടയാൻ അവിടെ ഒരു വലിയ വിഷയം അല്ലെങ്കിൽ അവിടെ ഒരു തടയുണ്ടാകാതിരിക്കുകയും ചെയ്യുന്നു. എടപ്പാടി പളനിസ്വാമി ഒരു കാരണവശാലും ഈ അണ്ണാ DMKയുടെ വോട്ടുകളുടെ ചോർച്ച ഇത്ര തോതിൽ ഉണ്ടാകുമെന്ന് വിചാരിച്ചു കാണില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റുന്നു. മറിച്ച് ഇപ്പുറത്ത് DMK സ്റ്റാലിൻ്റെ കണക്കുകൂട്ടലുകൾ കൃത്യമായിരുന്നു. കൃത്യസമയത്ത്, അതായത് ഏപ്രിലിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, ഫെബ്രുവരിയിൽ തന്നെ പനീർസെൽവം പാർട്ടി മാറി DMKയിലേക്ക് വരുന്നു. അങ്ങനെയാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഈ MK സ്റ്റാലിൻ തുടർഭരണം നേടിയത് എന്നാണ് ഇപ്പോൾ പുതിയ വിലയിരുത്തലുകൾ വരുന്നത്. തീർച്ചയായും അങ്ങനെയാണ് എങ്കിൽ കാര്യങ്ങൾ വളരെ കൃത്യമായി പ്ലാൻ ചെയ്യപ്പെട്ടതാണ്. DMK സഖ്യത്തിന് അധികാരത്തിൽ തുടരാനുള്ള കൃത്യമായ പ്ലാനും പദ്ധതി ഉണ്ടായിരുന്നു. അത് കൃത്യമായി തന്നെ നടപ്പിലാക്കുകയും ചെയ്തു. അത് നടപ്പിലാക്കുന്ന സംഘത്തിന് വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ ഈ പല ഭാഗങ്ങളിൽ നിന്നും വന്നിരുന്നു എന്നുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ കേരളത്തിൽ അതുപോലൊരു മോഡൽ പയറ്റിയിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ പിണറായി വിജയനും തുടർഭരണം നേടാമായിരുന്നു എന്നും പലരും വിലയിരുത്തുന്നുണ്ട്. കാരണം ഈ അധികാരം മാറുമ്പോൾ കേരളത്തിൽ എപ്പോഴും മറുമുന്നണി, ഭരണത്തിലിരിക്കുന്ന മുന്നണി തോൽക്കുകയാണെങ്കിൽ അതൊരു വലിയ വീഴ്ചയായിരിക്കും. പക്ഷേ പുറത്തു വരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുസരിച്ച് UDFന് മേൽക്കൈയുണ്ട്, UDF അധികാരം നേടാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ഈ CPM സമ്പൂർണ്ണമായി അല്ലെങ്കിൽ LDF സമ്പൂർണ്ണമായി തകർന്നടിയുന്നില്ല. അവരും തൊട്ട് പിന്നാലെയുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു മുന്നണിയെ UDFൽ നിന്നും അടർത്തി മാറ്റി LDFനോടൊപ്പം ചേർക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ സ്ഥിതി മറ്റൊന്നാകുമായിരുന്നു എന്ന് പിണറായി വിജയൻ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകാം. പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിനെ നേരിടാത്തപ്പോൾ ചിന്തിക്കാതിരുന്ന ഒരു കാര്യം കൂടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പൊതുവെ മുന്നണി വിപുലീകരിക്കുന്നതും സ്വന്തം പാർട്ടിയിലേക്ക് കൂടുതൽ ആളുകൾ വരുന്നതും ഒന്നും അത്ര കണ്ട് രസിക്കുന്ന കാര്യമല്ല. അവർ അതൊരു മുഖ്യ അജണ്ടയായിട്ട് എടുക്കാറുമില്ല. പക്ഷേ ഇത്തവണ അതിൻ്റെ ഒരു ഫലം അല്ലെങ്കിൽ അതിൻ്റെ ഒരു തിക്തഫലം CPMും LDFും അനുഭവിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടത്തി മുന്നണിയിലേക്ക് പ്രബലമായ കക്ഷികളെ UDFൽ നിന്നും കൊണ്ടുവരാൻ CPIMന് സാധിച്ചില്ല. അത് തീർച്ചയായും ഭരണം നഷ്ടപ്പെടുന്നതിലേക്ക് പോയി എന്ന് വിലയിരുത്തിയാൽ യാതൊരു തെറ്റുമുണ്ടാവില്ല. പിണറായി വിജയന് സാധിക്കാതിരുന്നത് ഇതാണ്. പക്ഷേ ഈ DMK അല്ലെങ്കിൽ MK സ്റ്റാലിന് സാധിച്ചതും അതുതന്നെയാണ്. വളരെ വിദഗ്ധമായി തന്നെ MK സ്റ്റാലിൻ ആ ഓപ്പറേഷൻ നടത്തുന്നു, അത് വിജയിക്കുകയും ചെയ്യുന്നു. ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ കൃത്യമായാൽ, അത് അന്തിമ ഫലത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നായാൽ ഒരുപക്ഷെ രാഷ്ട്രീയ തന്ത്രം ഈ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ പയറ്റിയ ഏറ്റവും വലിയ രാഷ്ട്രീയ തന്ത്രം എന്ന് പറയുന്നത് പനീർസെൽവത്തിനെ ഒപ്പം നിർത്താനുള്ള സ്റ്റാലിൻ്റെ തന്ത്രം തന്നെയാണ്.